തിരുവനന്തപുരം പള്ളിപ്പുറത്തെ ടാങ്കർ ലോറി അപകടത്തെ തുടർന്ന് ഗതാഗത നിയന്ത്രണം. പള്ളിപ്പുറം CRPF മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുകയാണ്. വാതക ചോർച്ച കണക്കിലെടുത്ത പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പോലീസ് നൽകി. ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കുകയോ ഗ്യാസ് അടുപ്പ് കത്തിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്താണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം? വിഷ്ണു, മംഗലാപുരത്ത് ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുലർത്തിയിട്ടുള്ളത്. ദേശീയപാതയിലെ പള്ളിപ്പുറം CRPF മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശത്ത് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി ഈ ദേശീയപാത വഴിയുള്ള വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇൻവെർട്ടറുകൾ പ്രവർത്തിക്കുകയോ ഗ്യാസ് അടുപ്പുകൾ കത്തിക്കുകയോ ചെയ്യരുതെന്നാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വെളുപ്പിന് 3 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ ടാങ്കർ ലോറി മറിഞ്ഞത്. ഡ്രൈവർക്ക് നിസാര പരിക്കുകളോടുകൂടി ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വാതക ചോർച്ച കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ ഈ ടാങ്കറിലെ ഇന്ധനം മാറ്റി റീഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ പ്രദേശത്ത് ഫയർഫോഴ്സും അഗ്നിശമന അംഗങ്ങളും അതോടൊപ്പം തന്നെ പോലീസും എത്തിയിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിലെ KSEB ലൈനുകളിലൂടെയുള്ള വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. റീഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. വിഷ്ണു, വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.